ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ ഫ്രണ്ട്സിനൊക്കെ അറിയാം. എനിക്ക് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. ഇത് ലൈവിലൊക്കെ ചെന്ന് നമ്മൾ പറയുമ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ പറയുമ്പം എങ്ങനെ ചാനൽ നഷ്ടപ്പെട്ടത്, എന്താ ചെയ്തത് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ എന്നെപ്പോലെ അറിയാത്ത തുടങ്ങിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ചാനൽ നോ മെയ്ഡ് കിഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 മാസമൊക്കെ ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടാൽ പിന്നെ അത്ര വലിയൊരു വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഉന്തിത്തള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടത്. കാരണം നാത്തൂൻ്റെ മോന് ലൈവിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനെ അറിയില്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടോ. അങ്ങനെ എന്താ പറയുക, എൻ്റെ മോനെ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനൽ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്തിട്ടും ചാനൽ തിരിച്ച് കിട്ടണ ആ ഒരു ഇതൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് 24 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിലീറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ എന്തോ ഒരു ഇത് അവിടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒന്നും വരില്ല കേട്ടോ. നമ്മൾ ചാനൽ നോക്കുമ്പോൾ ഒന്നും കാണൂല. അപ്പോൾ ചാനലിൻ്റെ ആ ഒരു ഇതവിടെ ഉണ്ട്, പക്ഷേ ഒരു ഇതുമില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ തോറ്റെടുത്തുനിന്ന് തന്നെ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, തുടങ്ങാൻ വിചാരിച്ച് വീണ്ടും തുടങ്ങി. അത്ര തന്നെ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരുപാട് സങ്കടവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടതല്ലേ വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്ന വിഷമങ്ങളൊക്കെ നമ്മൾ ചാനലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ വീട്ടുകാരും അവർക്ക് നല്ലോണം അറിയാം കേട്ടോ. ഞാൻ ഒരുപാട് എവിടെ പോയാലും ഈ ഫോൺ ഇങ്ങനെ കുത്തനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമല്ലോ. ആര് ഉണ്ടെങ്കിലും ഒരു വിഷമമില്ല, ഒരു എന്താ പറയുക, ഒരു ഇതൊന്നും തോന്നില്ല. എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കണം, വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുക്കണം, എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ വയനാട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ വയനാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വയനാട്ടിലെ അമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ മാതളി നാരങ്ങ പറിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഇവിടെ എത്തിയത്. ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്മായി എന്ത് പറഞ്ഞാലും ചോറ് കഴിക്കാതെ വിടൂല എന്ന് പറഞ്ഞിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഒരുപാട് മെമ്മറീസുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നഷ്ടപ്പെട്ടതാണ് ഏറ്റവും വലിയ വിഷമം. അല്ലാതെ ചാനലിൽ അങ്ങനെ പോയതിന് അത്ര വലിയൊരു ഇതൊന്നും തോന്നില്ല. പക്ഷേ ഒരുപാട് പിന്നെ മക്കളൊക്കെ ചെറുതായപ്പോഴുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ വീഡിയോയും നഷ്ടപ്പെട്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. ഒക്കെ പോയ ഒരു സങ്കടം മാത്രമുണ്ട്. എന്ത് ചെയ്യാനാ, വീണ്ടും തുടങ്ങി ഇനി പിന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പഴയ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും എത്തിപ്പെട്ടിട്ടില്ല കേട്ടോ. എല്ലാവരും പിന്നെ ഇങ്ങനെ ചെല്ലുമ്പോൾ ചോദിക്കും എന്തായി ഈ ചാനൽ എന്ന്. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അവരൊക്കെ പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ഒക്കെ റെഡി ആയിക്കോളും എന്നൊക്കെ. ഇത് നമ്മൾ അച്ചാറിടുന്ന നാരങ്ങ കേട്ടോ. നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പറിച്ച് എടുക്കുകയാണ് കേട്ടോ. വയനാട്ടിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ഇതൊക്കെ ഉണ്ടാവണ, ഈ പച്ചക്കറി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവണ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ തിരിച്ചും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ അതാ ചെറിയ തക്കാളി കണ്ടിട്ടോ, അത് നോക്കുക കേട്ടോ. അത് നമ്മൾ കരിമ്പ് പറിക്കാൻ വേണ്ടിയിട്ട് അമ്മായിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്തേക്കാണ് പിന്നെ കരിമ്പൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന കേട്ടോ ഇവിടെയൊക്കെ. ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ വരാത്ത കേട്ടോ. വാഴക്കൊലൊക്കെ കുരങ്ങന്മാർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഇവിടെയാണ് കേട്ടോ കരിമ്പുള്ളത്. പിന്നെ ഞാൻ കിട്ടിയതൊക്കെ പേക്കാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും കൂട്ടാക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.